എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും. അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരുകളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഇനി വരുന്ന 5 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഭരിക്കും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്ന ഇതാണ്: യഥാർത്ഥത്തിൽ ജനാധിപത്യം ജയിക്കുകയാണോ ചെയ്തത്, അതോ മതമാണോ ജയിച്ചത്? ഒരു ഫേസ്ബുക്കിൽ ഇപ്രകാരം ഒരു പോസ്റ്റ് കണ്ടു: മതം ജയിച്ചു, മതേതരത്വം തോറ്റു. വാസ്തവത്തിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ഹൈക്കമാൻഡാണോ, കോൺഗ്രസ് ഹൈക്കമാൻഡാണോ? ഒരിക്കലുമല്ല. അത് മുസ്ലിം ലീഗാണ് ആക്കിയത്. കാരണം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കുന്നത്. അതായത് ഈ 11 ദിവസവും ഇവിടെ നിന്നുള്ള മുൻ KPCC പ്രസിഡന്റുമാരെയും മറ്റ് മുതിർന്ന നേതാക്കളെയും ഡൽഹിക്ക് വിളിക്കുകയും ഡൽഹിയിൽ നിന്ന് നിരീക്ഷകർ കേരളത്തിൽ വരികയും ഓരോ MLA-മാരോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഏതാണ്ട് 63 MLA-മാരിൽ 47 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ MLA-മാരുടെ അഭിപ്രായത്തെ അല്ല പരിഗണിച്ചത്, മറിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് പരിഗണിച്ചത്. പിന്നെ എന്തിനായിരുന്നു ഈ നാടകം എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. അതായത് AICCയുടെ നിരീക്ഷകർ കേരളത്തിൽ വരുന്നു, അവരെ കാത്തിവിടെ നേതാക്കന്മാരിയ്ക്കുന്നു, ഓരോ MLA-മാരെയും വിളിച്ച് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ഒരു വലിയ പേജിൽ നിങ്ങൾക്കിഷ്ടമുള്ളവരെ ടിക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ടിക്ക് ചെയ്ത് 47 പേരും ഈ KC വേണുഗോപാലിനെ പിന്തുണച്ചു. അപ്പോൾ ഈ MLA-മാരെ വിളിച്ചുകൂട്ടി ഇതൊരു പ്രഹസനമായിരുന്നില്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിച്ച ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ 5 വർഷത്തെ ഭരണം, വി.ഡി. സതീശൻ്റെ 5 വർഷത്തെ ഭരണം എങ്ങനെ മുമ്പോട്ട് പോകും? അതായത് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് പാണക്കാട് നിന്നായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് ഭരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കമൻറ്റുകളും ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വിടുകയാണ്. ഞാനിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ തിരഞ്ഞപ്പോൾ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത് കേരളം ഇനി ഒരു ജിഹാദി ഭരണത്തിലേക്കാണ് പോകുന്നത്. കാരണം വി.ഡി. സതീശനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി മാത്രം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാണക്കാടിരുന്ന് ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് ആയിരിക്കില്ല, മറിച്ച് അത് പാണക്കാടായിരിക്കും എന്നും അവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം മുമ്പോട്ട് വെക്കുന്ന അഭിപ്രായങ്ങൾ. അപ്പോൾ ആളുകൾ പറയും, വി.ഡി. സതീശന് ഒരുപാട് ജനപിന്തുണയുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ് ഒന്ന്, മറ്റൊന്ന് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണയുണ്ട്. എന്നാൽ ജയിച്ച MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിച്ചില്ല. അതായത് മുസ്ലിം ലീഗ് എടുത്ത ചില തീരുമാനങ്ങൾ: ഒന്ന്, KC വേണുഗോപാലാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല, ഒന്നാമത്തെ ഒരു തീരുമാനമാണ്. 2, KC വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയൊക്കെയാണ് മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിക്കില്ല, ഞങ്ങൾ വോട്ട് ചെയ്യില്ല. വാസ്തവത്തിൽ ഈ മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിനെ വിഴുങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ
അർത്ഥമെന്ന് പറഞ്ഞു. ഒരു പെരുമ്പാമ്പിൻ്റെ വായിൽ ഒരു തവള അകപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ മറ്റൊരു ജീവി അകപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വായിൽ ഈ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ മുസ്ലിം ലീഗ് പതുക്കെ പതുക്കെ ഇവരെ വിഴുങ്ങും. അതോടുകൂടെ കോൺഗ്രസിൻ്റെ കഹാനി ഖത്തം ഹോ ജായേഗ. കോൺഗ്രസിൻ്റെ കാര്യം ഏതാണ്ട് വെടിക്കെട്ട് തീരുമാനമാകും. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഇന്ന് തന്നെ കേരളത്തിൽ തൊടുപുഴയിൽ മുസ്ലിം ലീഗ് പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ പ്രകടനത്തിൽ അവർ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെയും അതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറിയെയും അശ്ലീലങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, തെറി വിളിച്ചുകൊണ്ടാണ് അവർ പ്രകടനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഇതിൻ്റെ അകത്തുണ്ട്. നായർ സമൂഹത്തെയും ഈഴവ സമൂഹത്തെയും പച്ചയ്ക്ക് തെറി പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് ഇന്ന് തൊടുപുഴയിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാം, വാർത്തകളിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനെയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ബോധപൂർവം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് എന്ന് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ. ഇനി കേരളത്തിലെ ജനങ്ങളാണോ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? കോൺഗ്രസ് പാർട്ടിയെ UDFനെ ജയിപ്പിച്ചത് ജനങ്ങളാണെങ്കിൽ, പക്ഷേ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗാണ്. കാരണം ഈ 11 ദിവസവും അല്ലെങ്കിൽ 10 ദിവസവും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അതിതീവ്രമായ പരിശ്രമം നടക്കുകയായിരുന്നു. എന്നാൽ KC വേണുഗോപാലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, AICC ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് VD സതീശൻ മതി, ഞങ്ങളുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, ഞങ്ങളുടെ കാൽ ചുവട്ടിൽ നിൽക്കുന്ന, ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി മതി എന്നുള്ളതാണ് ലീഗിൻ്റെ തീരുമാനം. അതുകൊണ്ട് എന്ത് ചെയ്തു? യഥാർത്ഥ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ തങ്ങളാണ്. ഇത് ഞാൻ പറയുന്നതല്ല, പല വീഡിയോകൾ ഞാൻ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും കേരളം ഈ VD സതീശനെ പോലെ ഒരാളെ തെരഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി വരുമ്പോൾ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഇവിടെ ആർക്കും പരാതി ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ VD സതീശനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി മറ്റാരെയും ഞങ്ങൾ മുഖ്യമന്ത്രി ആയിട്ട് അംഗീകരിക്കുകയില്ല, VD സതീശൻ മാത്രമേ ആകാവുള്ളൂ, അല്ലാത്ത ഒരു വ്യക്തിയെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അങ്ങനെയാണ് ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് പോലുമില്ല എന്ന് തീർത്തും വർഗീയപരമായ ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. ഈ ജയിച്ച ഈ കോൺഗ്രസിൻ്റെ 63 MLA-മാർ, അതോടൊപ്പം UDFൻ്റെ മറ്റ് MLA-മാർക്കൊക്കെ അവർക്കൊക്കെ സ്വാഭാവികമായി അവർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അധികാരമുണ്ട്. പക്ഷേ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിന് ഒരു ടാർഗറ്റുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ആരാണ് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് രമേശ് ചെന്നിത്തല ഇപ്പോൾ പിണങ്ങി പോയി കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആൾ. VD സതീശനെയും രമേശ് ചെന്നിത്തലയും വെച്ച് നോക്കിയാൽ VD സതീശനേക്കാളിലും ഒരുപാട് യോഗ്യതകൾ കൂടുതലുള്ള ആളാണ് രമേശ് ചെന്നിത്തല. അവസാന സമയം വരെയും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിന്നിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, സീനിയോറിറ്റി പരിഗണിച്ചില്ല. പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാൾ, ഏതാണ്ട് 70 വയസ്സുള്ള ഈ രമേശ് ചെന്നിത്തല പാർട്ടിക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ സമയം മുതൽ, തൻ്റെ ചെറുപ്രായം മുതൽ കോൺഗ്രസ്സിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയായ ഈ രമേശ് ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് സീനിയോറിറ്റി, തന്നേക്കാൾ സീനിയോറിറ്റി കുറഞ്ഞ ഒരാളെ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വാസ്തവത്തിൽ രമേശ് ചെന്നിത്തലയെ
അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോഴിത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു കറിവേപ്പിലയായി ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു കറിവേപ്പിലയുടെ പോലും വിലയില്ലാതെ കോൺഗ്രസ് പാർട്ടി ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഇത്രയും സീനിയറായിട്ടുള്ള, ഇത്രയും അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന അനുഭവസ്തംഭത്തുള്ള ഇദ്ദേഹത്തെ തഴഞ്ഞപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിൽ മുസ്ലിം പ്രീണനം എത്രമാത്രം കൂടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറഞ്ഞു. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിം സമൂഹവും കോൺഗ്രസിനെ വിഴുങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരാരും തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അധികാര സ്ഥാനത്തേക്കോ വരികയില്ല. ഇനി ഒരു മുഖ്യമന്ത്രി ആയാൽ തന്നെ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. വാസ്തവത്തിൽ കെ.സി. വേണുഗോപാൽ മത്സരിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കുമായിരിക്കാം. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നല്ലൊരു ശതമാനം രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചിന്തിച്ചത്. വി.ഡി. സതീശന് ജനപിന്തുണയുണ്ട്. ആരുടെ പിന്തുണയാണ്? മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണുള്ളത്. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുഭവ സമ്പത്തും കഴിവും പ്രാപ്തിയും കൂടുതലുണ്ട്. നിരവധി പദവികൾ അദ്ദേഹം ഇരുന്നതുമാണ്. പക്ഷേ ആ രമേശ് ചെന്നിത്തലയെ തള്ളിക്കൊണ്ട് വി.ഡി. സതീശനെ ഏകപക്ഷീയമായി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഇപ്പോൾ തന്നെ അവർ സമരപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. NSSനെതിരെയും SNDPക്കെതിരെയും തെറി പറഞ്ഞുകൊണ്ട് അവർ തൊടുപുഴയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രകടനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഈ 5 വർഷം ഈ കേരളം കാണാൻ പോകുന്ന ഈ പ്രതിസന്ധി എത്ര വലുതായിരിക്കും എന്നും ഓരോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഈ റോട്ടിലിറങ്ങി തേർവാഴ്ച നടത്തും എന്നും മാത്രമല്ല, അവരെ ഭയന്നിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും SDP പോലെയുള്ള സംഘടനകളെയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടനകളെയും ഭയന്നിട്ട് മനുഷ്യന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. കുറേ പെന്തക്കോസുകാരെല്ലാം ഇപ്പോൾ വി.ഡി. സതീശന് ജയ് വിളിച്ചുകൊണ്ട് പുറകെ കൂടിയിട്ടുണ്ട്. അത് കുറച്ച് ഈ വചന കച്ചവടക്കാരുണ്ട്, ആത്മീയ കച്ചവടക്കാർ. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. കുറേ വചന കച്ചവടക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഞാൻ പ്രസംഗിച്ചത് കൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയെന്നും പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവന്മാരൊക്കെ വെറും കള്ളന്മാരാണ്. ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡുകളാണ്, ഭൂലോക തട്ടിപ്പുകളാണ് ഇവന്മാരൊക്കെ. അവസരത്തിനൊത്ത് കാല് വാരുന്നവരും അവസരത്തിനൊത്ത് വർത്തമാനം പറയുന്നവരുമാണ്. ഓരോരുത്തൻ്റെയും പ്രവചനം കൊണ്ടല്ല, മനസ്സിലായി. ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. മുസ്ലിം ലീഗ് അവരൊരു സംഘടിത ശക്തിയാണ്. അവരവരുടെ അവകാശത്തിന് വേണ്ടി പോരാടി. അവർക്ക് അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു മുഖ്യമന്ത്രി വേണമായിരുന്നു. അതവർക്ക് ലഭിച്ചു. അതിനുവേണ്ടി അവർ പിടിവാശി പിടിച്ചു. അതുമാത്രമല്ല, ഇനി കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ നേരിട്ട് വന്നിവിടെ മത്സരിച്ചാലും ഞങ്ങളുടെ സപ്പോർട്ടില്ല, നിങ്ങൾ ജയിക്കുകയില്ല, ഞങ്ങൾ പറയുന്ന ആളെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയില്ല എന്നവർ ആർജവത്തോടെ പറഞ്ഞു. അത് അവരുടെ മിടുക്കാണത്. ഇത് കണ്ട് കേരളത്തിലെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും കണ്ട് പഠിക്കണം. അതായത് ഇപ്പോൾ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അരമനകളിലും പള്ളികളിലും ഒക്കെ കയറി നിരങ്ങി ഇവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇവർ കൊടുത്തത് ആർക്കാണ്? കോൺഗ്രസിനാണ് കൊടുത്തത്. ഇനി അനുഭവിക്കുക, അത്രേ ഉള്ളൂ. ഈ വരുന്ന 5 വർഷം ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും. ഒരു കാരണവശാലും ഇവിടെ മറ്റ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളെ തഴയുകയും കെ.സി. വേണുഗോപാൽ പിന്നെ മത്സരിച്ചില്ല, ഈ വി.ഡി. സതീശനെ പോലെയുള്ള ആളുകളെ ഒക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ കാത്തിരുന്ന് കാണാം ഇത് എവിടം വരെ ചെല്ലും, എങ്ങനെയൊക്കെ ആകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്തു തന്നെയായാലും അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പോംവഴിയും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.